കായംകുളത്തെ ഓണാട്ടുകര വികസന ഏജൻസി നിർജീവമാണെന്നും പ്രവർത്തന സ്തംഭനത്തിലാണെന്നും ആരോപിച്ച് കർഷക കോൺഗ്രസ് 25-ന് മാർച്ചും ധർണയും സംഘടിപ്പിക്കുമെന്ന് കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ചിറപ്പുറത്ത് മുരളി അറിയിച്ചു. കായംകുളം സിവിൽ സ്റ്റേഷനിലെ ഓണാട്ടുകര വികസന ഏജൻസി ഓഫീസിലേക്കാണ് മാർച്ചും ധർണയും നടത്തുന്നത്. നിർജീവമായി കിടക്കുന്ന ഓണാട്ടുകര വികസന ഏജൻസി പ്രവർത്തനക്ഷമമാക്കി കർഷകരെ രക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് സമരമെന്നും ചിറപ്പുറത്ത് മുരളി പറഞ്ഞു. നിർജീവാവസ്ഥയിലും സ്തംഭനസ്ഥിതിയിലുമായ കായംകുളത്തെ ഓണാട്ടുകര വികസന ഏജൻസിയുടെ ഓഫീസിലേക്ക് കർഷക കോൺഗ്രസ് മാർച്ചും ധരണയും സംഘടിപ്പിക്കുമെന്ന് കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ചിറപ്പുറത്ത് മുരളി പറഞ്ഞു. ഓഗസ്റ്റ് 25-നാണ് കായംകുളം സിവിൽ സ്റ്റേഷനിലെ ഓണാട്ടുകര വികസന ഏജൻസിയുടെ ഓഫീസിലേക്ക് മാർച്ചും ധരണയും സംഘടിപ്പിക്കുന്നത്. അതുപോലെ തന്നെ തെങ്ങ് കൃഷി, മേൽത്തരം തെങ്ങ്, ഏറ്റവും അത്യുൽപാദനമുള്ള തെങ്ങ് കൃഷി ചെയ്തിരുന്ന പ്രദേശം, ഇടവിള കൃഷിയും പച്ചക്കറി കൃഷിയും സമൃദ്ധമായി വളർന്ന ഒരു ഗതകാല സ്മരണയുള്ള പ്രദേശമാണ് ഓണാട്ടുകര പ്രദേശം. എന്നാൽ ഓണാട്ടുകര പ്രദേശത്തെ കൃഷി ഇന്ന് പൂർണ്ണമായി അന്യം നിന്നിരിക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനവും അതുപോലെ തന്നെ കാർഷിക മേഖലയിലെ പ്രതിസന്ധിയും കാരണം ഓണാട്ടുകരയിലെ കർഷകർ നിത്യ ദുരിതത്തിലാണ്. അതുപോലെ തന്നെ വനമില്ലാത്ത ജില്ലയായ ആലപ്പുഴ ജില്ലയിൽ വന്യമൃഗത്തിൻ്റെ ശല്യം അത് ഏറ്റവും കൂടുതലുള്ളത് കാട്ടുപന്നിയും അതുപോലെ തന്നെ കാട്ടുകുരങ്ങും അതുപോലെ തന്നെ കുറുക്കനും അടക്കമുള്ള വന്യജീവികളുടെ ആക്രമണം വനമില്ലാത്ത ഈ ജില്ലയിൽ ഉണ്ടായിരിക്കുന്നു. നമ്മുടെ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഈ ജില്ലയിൽ നിന്നുള്ള കൃഷിമന്ത്രി ശ്രീ പി പ്രസാദ്, നമുക്കറിയാം, ഓണാട്ടുകരുടെ പ്രിയപ്പെട്ട പുത്രനെന്ന് അവകാശപ്പെടുന്ന അതുപോലെ കേരളത്തിലെ അറിയപ്പെടുന്ന പരിസ്ഥിതിവാദി എന്ന് സ്വയം പറയുന്ന പ്രിയപ്പെട്ട ശ്രീ പ്രസാദ് കൃഷിമന്ത്രിയായതിനു ശേഷം 4.5 വർഷമാകാൻ പോകുന്നു. ഓണാട്ടുകര പ്രദേശത്ത് ജനിച്ചു വളർന്ന ശ്രീ പി പ്രസാദ് ഓണാട്ടുകരയുടെ കൃഷിമന്ത്രി എന്നുള്ളതിൽ നീതി പാലിച്ചില്ല എന്ന് മാത്രമല്ല, ഓണാട്ടുകരയിൽ ഈ കാട്ടുപന്നി ശല്യം ആദ്യം തുടക്കം കുറിക്കുന്ന അദ്ദേഹം താമസിക്കുന്ന മാവേലിക്കരയിലെ പാലമേൽ പഞ്ചായത്തിലാണ് എന്നുള്ള വസ്തുത നാം മറക്കാൻ പാടില്ല. ഇപ്പോൾ 45ഓളം പഞ്ചായത്തുകളിൽ കാട്ടുപന്നി ശല്യവും വന്യമൃഗശല്യവും നമ്മുടെ ഈ ഓണാട്ടുകര പ്രദേശത്ത് വന്നിരിക്കുന്നു. ഓണാട്ടുകരയിലെ കർഷകർ പൂർണ്ണമായി കൃഷി നിർത്തം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. കേന്ദ്ര ഗവൺമെൻറ് വളം വില സബ്സിഡി എടുത്തു കളഞ്ഞതും കേരള സർക്കാരിൻ്റെ കൃഷിക്കാരോടുള്ള അവഗണനയും ഇതിന് കാരണമായി വരുന്നെങ്കിലും കായംകുളത്ത് കേന്ദ്രമാക്കി ഓണാട്ടുകര പ്രദേശത്തെ നിർജീവമായി കിടക്കുന്ന ഓണാട്ടുകര വികസന ഏജൻസി കാര്യക്ഷമമാക്കി പ്രവർത്തിപ്പിച്ച് കർഷകരെ രക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് മാർച്ചും ധരണയും സംഘടിപ്പിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. 2 ജില്ലകളിലും 3 നഗരസഭകളിലും 56ഓളം ഗ്രാമപഞ്ചായത്തുകളിലും വ്യാപിച്ചു കിടക്കുന്ന ഓണാട്ടുകര പ്രദേശത്ത് 2 നെല്ലും 1 എള്ളും കൃഷി ചെയ്തിരുന്ന കാലമുണ്ടായിരുന്നു. മികച്ച കേരകൃഷിയും ഇടവിള കൃഷിയും പച്ചക്കറി കൃഷിയും ഇവിടെയുണ്ടായിരുന്നു. ക്ഷീരകർഷകരും ഏറെയാണ്. എന്നാൽ ഓണാട്ടുകരയിലെ ഈ കാർഷിക മേഖല ഇപ്പോൾ അന്യം നിന്നു പോകുന്ന സാഹചര്യമാണ് ഉള്ളതെന്ന് അദ്ദേഹം പറഞ്ഞു. വനമില്ലാത്ത ജില്ലയായ ആലപ്പുഴയിൽ പന്നിശല്യവും കുരങ്ങ് ശല്യവും കർഷകർക്ക് ഭീഷണിയായിരിക്കുന്നു. ഓണാട്ടുകരയുടെ പുത്രൻ എന്ന് പറയുന്ന മന്ത്രി പി പ്രസാദ് ഓണാട്ടുകരയുടെ വികസനത്തിനായി യാതൊന്നും ചെയ്തിട്ടില്ല എന്നും ചിറപ്പുറത്ത് മുരളി പറഞ്ഞു. പോത്തുകുട്ടിയെ വിതരണം ചെയ്യുന്ന ഒരു ഏജൻസി മാത്രമായി ഓണാട്ടുകര വികസന ഏജൻസി മാറിയിരിക്കുകയാണെന്നും ചിറപ്പുറത്ത് മുരളി ആരോപിച്ചു. CDNet ന്യൂസ്, കായംകുളം.